കണ്ണൻ നല്ലൊരു വില്ലൻ ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഇതൊക്കെ ഈ ടെൻഷനൊക്കെ ഇതിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ക്യാമറയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ കണ്ണൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ സിനിമയിൽ ടോട്ടൽ 10 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. അതിൽ 8 പേര് ത്രൂ ഔട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ. ഒരു 1-2 പേജ് മാത്രമേ ഈ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് മേക്കിങ്ങിലൂടെയും സൈലന്റ് ആക്ടിങ്ങിലൂടെയൊക്കെയാണ്. പിന്നെ ഒരു ഇന്റർവ്യൂ ശേഷമൊക്കെ ഫൈറ്റ് സീൻസ് ആണ് കൂടുതലുള്ളത്. ഫൈറ്റ് സീൻസ് ഒക്കെ എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ഒരു ക്ലോസപ്പ് ഷോട്ടിലല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്, വൈഡ് ഷോട്ടിലാണ്. അപ്പോൾ വൈഡ് ഷോട്ടിലാകുമ്പോൾ തന്നെ അതിന്റെ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ അത് വളരെ ബോറായി നിൽക്കും. കാരണം ക്ലോസ് ഷോട്ടിൽ നമുക്ക് ജസ്റ്റ് കൈതിരിക്കുന്നതും മുഖത്തടിക്കുന്നതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ വൈഡ് ഷോട്ടിൽ തന്നെ ഒരു കുറെ സീക്വൻസ് നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഫൈറ്റിനുള്ള വർക്ക്ഷോപ്പൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച ഞങ്ങൾ ശ്രീജിത്ത് രമണൻ അതുപോലെ ശ്രീജിത്ത് പോയിൽക്കാവ് ഇത് 2 തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, തിയേറ്റർ മാസ്റ്റേഴ്സാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹത്തെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 വീക്കോളം ഞങ്ങൾ അതിന്റെ ഒരു ഫൈറ്റിങ്ങിന്റെ ഒരു ക്ലാസ്സും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ചെറിയ പണിയല്ല, കാരണം എല്ലാം പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളൊക്കെ വാണി വിശ്വനാഥൻ നടത്തിനെ പോലെയുള്ള ആക്ട്രസ് മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ട് പറയുന്ന ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയിൽ. പക്ഷെ ഈ സിനിമയിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ് ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം ഞാനും സാൻഡയൊക്കെയാണ് കൂടുതൽ ആക്ഷൻ സീൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ കട്ടൊക്കെ അടിച്ചടിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ അതൊന്നും വളരെ ഈസിയായ പ്രോസസ് അല്ല പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ. അപ്പൊ അതിന്റെ ഒരുപാട് എഫേർട്സ് ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് തോന്നിപ്പിക്കാനും പാടില്ല. കാരണം ഇത്രയും ക്യാമറയും ഇതും നല്ല ലെൻസും വൈഡ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചന്തത്തിൽ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഒരു അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മേക്കിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം.